പത്തരമാറ്റിലാണെങ്കിൽ നന്ദു അനി മറ്റൊരാൾക്ക് സ്വന്തമാകുന്ന സങ്കടത്തിലാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നന്ദു ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ അനാമികയും വേണുവും കൊടുക്കുന്ന പരാതിയൊന്നും സ്വീകരിക്കുന്നൊന്നുമില്ല. അത് വേണമെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച വിവാഹ നിശ്ചയം മുടക്കാമെന്ന് നന്ദുവിനറിയാം. പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. കാരണം തൻ്റെ അച്ഛനും അമ്മയും അത് ആഗ്രഹിക്കുന്നില്ല. താൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുൻപിൽ താൻ കുറ്റക്കാരിയാകും, താൻ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ശ്രമിക്കുന്നവളാകും, അങ്ങനെ എല്ലാവർക്കും തന്നോട് ദേഷ്യമുണ്ടാകും, ശത്രുതയുണ്ടാകും എന്നൊരു ചിന്ത നന്ദുവിനുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു ആണെങ്കിൽ വലിയ രീതിയിൽ വലിയ സംഭാഷണമോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവിടെ അനി നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. മുത്തശ്ശനോടും ആദർശിനോടും നയനയോടൊക്കെ പറയുന്നുണ്ട് തനിക്ക് വിവാഹ നിശ്ചയത്തിന് താല്പര്യമില്ല, ഈ വിവാഹ നിശ്ചയം തനിക്ക് വേണ്ട എന്നൊക്കെ. ഒടുവിൽ അവർ അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയം നിർത്തിവെക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം നന്ദുവിനെ ഈ വാർത്ത അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നന്ദുവിനെ ഫോൺ ചെയ്യുമ്പോൾ അനി എല്ലാം കഴിഞ്ഞു അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടാനായിട്ട് ഒരുങ്ങുന്നു. നന്ദു നീ എവിടെയാണ് എന്ന് അനി ചോദിക്കുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അനിയെ കണ്ടതും നന്ദു അനിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. പ്രേക്ഷകരെ, അങ്ങനെ ഇരിക്കെ എന്തായി നിൻ്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ നിശ്ചയമൊന്നുമില്ല, ഇനി നീ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ അനിയെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ